10 പൈസ ഇല്ല ബില്ലടയ്ക്കാൻ, കാശുമില്ല, ഒന്നുമില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു, ഡിസ്ചാർജ് കഴിഞ്ഞു, ഇപ്പം ഇൻഷുറൻസ് റിജക്റ്റ് ആയി. ആ ഇൻഷുറൻസ് ഏജന്റിനെ കയ്യിൽ കിട്ടട്ടെ, 4 വർത്താനം പറയാനുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് റിജക്റ്റ് ആവാനേ 4 ഇമ്പോർട്ടൻറ്റ് കാരണങ്ങളാണ്. ഒന്ന്, പ്രീ എക്സിസ്റ്റിംഗ് ഇല്ലസ്. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള അസുഖമാണ് എന്നുള്ള ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു തോന്നലോ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ റിജക്ഷൻ വരാം. അപ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടെയാണ്. രണ്ടാമത്, നമുക്ക് ചില അസുഖങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇൻഷുറൻസിന് ഒരു റോളും ഇല്ല. ഫോർ എക്സാമ്പിൾ പ്രഗ്നൻസി, ഡെൻറ്റൽ പ്രോബ്ലംസ്, അതല്ലെങ്കിൽ പിന്നെ ഒരു അഡ്വഞ്ചർ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരിക്കുകൾ, അതിനൊന്നും ഇൻഷുറൻസ് കവർ ചെയ്യില്ല. പിന്നെ ഉള്ളത് ഇൻവെസ്റ്റിഗേഷൻസ് വേണ്ടി, ഒരു ബ്ലഡ് ടെസ്റ്റുകൾക്കോ ഒരു സ്കാനോ ഒരു ആൻജിയോഗ്രാമിനോ വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, നെഞ്ഞുവേദന എന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ആവുക. പക്ഷേ ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ഒന്നുമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് വരുള്ളൂ, അതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് റിജക്റ്റ് ആവും. പിന്നെ സ്പെഷ്യൽ കണ്ടീഷൻസ്, ചില അസുഖങ്ങൾ 4 കൊല്ലത്തോളം വെയിറ്റിംഗ് പീരീഡിന് ശേഷം മാത്രമേ ഇൻഷുറൻസ് അപ്രൂവൽ ആവുള്ളൂ.